കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനും മുൻ മന്ത്രിയുമായ ടി.യു. കുരുവിള അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ലാൽ, കുറച്ചധികം നാളുകളായി ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹം, അല്ലെ? ആ സാഹചര്യത്തിൽ കൂടിയാണ് മരണം സംഭവിക്കുന്നത്. അതെ, ഈ മാസം 12-ാം തീയതി മുതൽ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. 90 വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന്. 12-ാം തീയതി മുതൽ അദ്ദേഹം ICUവിൽ തന്നെയായിരുന്നു തുടർന്നിരുന്നത്. ഈ വൈകിട്ട് ഏകദേശം 9:15 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കോതമംഗലം സ്വദേശിയാണ് അദ്ദേഹം. സജീവ രാഷ്ട്രീയത്തിൽ ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയാണ്. 2006-ലാണ് അദ്ദേഹം ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേ വർഷം തന്നെ അദ്ദേഹം മന്ത്രിയായി മാറുകയും ചെയ്തിരുന്നു. 2006 മുതൽ 2007 വരെ PWD മന്ത്രിയായിട്ടാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. അതും വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയിലായിരുന്നു. 2011-ലും അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. അത്തവണ അദ്ദേഹം UDFൻ്റെ MLA ആയിട്ടാണ് എത്തിയത്. തൊട്ടടുത്ത വർഷവും തിരഞ്ഞെടുപ്പിന് നേരിട്ടുവെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. രാഷ്ട്രീയ സേവനത്തോടൊപ്പം തന്നെ അദ്ദേഹം കാർഷിക മേഖലയിലും സാമുദായിക വിഷയങ്ങളിലും സജീവമായി തന്നെ ഇടപെട്ട ഒരു നേതാവായിരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് അദ്ദേഹം സാമുദായിക സംഘടനകളിലും അതോടൊപ്പം തന്നെ സാംസ്കാരിക സംഘടനകളിലും സജീവ സാന്നിധ്യമായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രമുഖരായ നേതാക്കളിൽ ഒരാളായിരുന്നു. ഫ്ലൈറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് വിമാനത്തിലെ ലൈംഗിക അതിക്രമം എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് PJ ജോസഫ് രാജിവെക്കുകയും തൊട്ടു പിന്നാലെ ഏറ്റവും വിശ്വസ്തനായ കോതമംഗലം MLA ടി.യു. കുരുവിളയെ മന്ത്രിയായി നാമനിർദ്ദേശം ചെയ്യുകയുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം 2006-ൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുന്നത്. തൊട്ടടുത്ത വർഷം മൂന്നാറിലെ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ആരോപണം ഉയരുകയും ആ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം LDF സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്ത സമയത്ത് ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. ഈ കേസിൽ പിന്നീട് അദ്ദേഹം കുറ്റവിമുക്തനാക്കി പുറത്തു വന്നുവെങ്കിലും പിന്നീട് മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയിരുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശമായ ചേലാട് അവിടെ ഒരു മിനി സ്റ്റേഡിയം അടക്കമുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. മാത്രമല്ല കേരളത്തിലെ റോഡുകളിൽ പൂർണ്ണമായും റബ്ബറൈസ്ഡ് ആക്കുന്ന അടക്കമുള്ള പദ്ധതികളിൽ അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള പദ്ധതികളും മറ്റു കാര്യങ്ങളും ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു. റോഡുകളുടെ പുനരുദ്ധാരണം അടക്കമുള്ള പദ്ധതികളും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായതാണ്. തുടർന്ന് രാഷ്ട്രീയ സേവനത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ, കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായി ഇടപെട്ട് വരുന്നതിനിടയിലാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തെ നന്നായി തന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ എറണാകുളത്തെ പല ആശുപത്രികളിലും പിന്നീട് ആസ്റ്റർ മെഡിസിറ്റിയിലേക്കും ചികിത്സയ്ക്കായി എത്തുന്നത്. 12-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയം മുതൽ അദ്ദേഹം ICUവിലായിരുന്നു എന്നുള്ള വിവരമാണ്. ആരോഗ്യനിലയിൽ മറ്റ് പുരോഗതികളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. തുടർന്ന് അല്പം നേരിയ പുരോഗതി രൂപപ്പെട്ടതിന് ശേഷമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെടുന്നത് എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്. ഇന്ന് നിലവിൽ വിവരം കിട്ടുമ്പോൾ മൃതദേഹം ഇന്ന് മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. നാളെ വൈകിട്ട് 4 മണിയോട് കൂടിയാണ് സ്വദേശമായ കോതമംഗലത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അവിടെ വീട്ടിൽ, ചേലാട് ഊഞ്ഞപ്പാറയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. മറ്റന്നാൾ രാവിലെ മുതൽ ചേലാട് തന്നെയുള്ള ബസൂലിയസ് ദന്തൽ മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. ഉച്ചയ്ക്ക് 2 മണി വരെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ പൊതുദർശനത്തിനായി സൂക്ഷിക്കും. 2 മണിക്ക് ശേഷം ചേലാടുള്ള ബസാനിയ പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും എന്ന വിവരം കൂടിയാണ് നിലവിൽ ഔദ്യോഗികമായി പാർട്ടി വൃത്തങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബവും നമ്മെ അറിയിക്കുന്നത്. ശരി, ലാൽ കൃഷ്ണയാണ് വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.